വയനാട്ടിൽ വീണ്ടും കടുവ ഇറങ്ങിയിരിക്കുന്നു. കേണിച്ചിറ എടക്കാട്ട് പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നു. പ്രദേശത്ത് 2 ദിവസം മുൻപും കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പശുവിനെ കടുവ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. കടുവയെ കാണാം, ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ദീപക് മോഹനാണ് നമുക്കൊപ്പം ചേരുന്നത് തത്സമയം. ദീപക്, ഒരു ചെറിയ ഇടവേളയെന്നേ പറയാൻ കഴിയൂ. അതിനുശേഷം വീണ്ടും കടുവ ഇറങ്ങിയിരിക്കുകയാണ്. ആളുകൾ ആശങ്കയിലാണോ? സുജയ പാർവതി, വയനാട് കേണിച്ചിറ എടക്കാടാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. കടുവയുടെ ആക്രമണം ഉണ്ടായി. കടുവ വളർത്തുമൃഗത്തെ പിടികൂടുന്ന സംഭവമാണ് ഇന്നുണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയിലൂടെ നമ്മൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് പ്രദേശവാസികൾ മനസ്സിലാക്കിയത്. ഒരു കർഷകൻ വയലിൽ കൃഷി ചെയ്യുന്ന സമയത്തായിരുന്നു തൊട്ടടുത്ത വയലിൽ കടുവയെ കണ്ടത്. തുടർന്ന് വനംവകുപ്പിന് വിവരം അറിയിച്ചു. അന്ന് വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി കടുവയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കടുവയാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് അതായത് ഇന്നലെ വനംവകുപ്പ് സ്ഥലത്തെത്തി 2 ക്യാമറകൾ സ്ഥാപിച്ചു. ഈ ക്യാമറയിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് വൈകിട്ട് വീണ്ടും ഈ പ്രദേശത്തേക്ക് കടുവ എത്തിയത്. കൃഷിയിടത്തിൽ എത്തിയ കടുവ ഇന്നലെ ആക്രമിച്ചു കൊന്ന പശുവിന്റെ പാതി ഉള്ള ജഡം ഭക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഈ കടുവ ഈ മേഖലയിൽ തന്നെ തുടരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതോടൊപ്പം വനംവകുപ്പും ഈ മേഖലയിൽ കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വലിയ ഒരു കടുവയാണ്. മാത്രമല്ല, പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരിക അവസ്ഥകൾ കൊണ്ടോ കടുവയ്ക്ക് കാട്ടിൽ ഇറങ്ങി ഇര തേടാൻ കഴിയാത്ത കടുവയാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് വനംവകുപ്പ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉള്ള കടുവയെ പിടികൂടാനായി ഇപ്പോൾ ഒരു കൂട് വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെയും കടുവയെ ഉടൻ പിടികൂടാനായി കൂടുകൾ സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ പശുവിന്റെ ഇന്നലെ കടുവ ആക്രമിച്ചു കൊന്ന പശുവിനെയാണ് വീണ്ടും ഇന്ന് വൈകിട്ടോടുകൂടി കടുവയെത്തി ഈ പാതിയുള്ള ജഡം ഭക്ഷിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത്. തുടർന്നാണ് വനംവകുപ്പ് ഇപ്പോൾ ഇവിടെ ഒരു കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ ഈ കൂട്ടിൽ കടുവ കുടുങ്ങും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പും നാട്ടുകാരും. സുജയ. ഓക്കെ ദീപക്, കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായതിന്റെ ദൃശ്യങ്ങളാണ് ദീപക് മോഹൻ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. വീണ്ടും ആശങ്കയിലേക്ക് പോകുന്നു വയനാട്. OR കേളു മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ നേരിട്ടറിയാവുന്ന ഈ പ്രശ്നങ്ങൾ നിയമസഭയിലും സർക്കാരിലും ഉന്നയിച്ച ഇതിനൊരു മറുപടി ഉണ്ടാക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്.